എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ ജിഹാദികൾ എന്ന ടൈറ്റിലോടുകൂടെ രണ്ടാമത്തെ എൻ്റെ വീഡിയോയാണിത്. ഇതിൽ പ്രധാനമായും 29 വയസ്സുള്ള ഒരു ഫിറോസിനെ കുറിച്ചും 21 വയസ്സുള്ള ഒരു ശീതലിനെ കുറിച്ചുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒരു പ്രത്യേക വിഭാഗക്കാർ പ്രണയ കെണിയിൽ വീഴ്ത്തി അവരുടെ ലഹരി മരുന്ന് വിൽപ്പന റാക്കറ്റിൽ ഉൾപ്പെടുത്തുകയാണ് അന്യമതസ്ഥയിൽപ്പെട്ടവരെ. അതായത് ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗക്കാർ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ലാത്ത ആളുകളെ പ്രണയക്കെണിയിൽ അല്ലെങ്കിൽ ചതിക്കുഴിയിൽപ്പെടുത്തി ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി അവരെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. കോഴിക്കോട് ഉള്ളിയേരിയിലെ മടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു യുവതിയെയും ഒരു യുവാവിനെയും പിടികൂടി. അത് MDMAയുമായിട്ടാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊയിലാണ്ടി കാരപ്പൊയിൽ മൂസയുടെ മകൻ ഫിറോസ് എന്ന 29കാരനും പയ്യന്നൂർ ഹരിവിലാസം വീട്ടിൽ ശിവദാസൻ്റെ മകൾ ശീതൽ എന്ന 21കാരിയുമാണ് പിടിയിലായിരിക്കുന്നത്. ഈ തവണ ഒരു ജിഹാദി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ആണ് നിർബന്ധിച്ച് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ശീതൾ എന്ന 21കാരി MDMAയും കഞ്ചാവും വിറ്റത് ഒരിക്കലും സ്വന്തം വീട്ടിലെ പട്ടിണിയോ ദാരിദ്ര്യമോ ഒന്നും മാറാനായിരിക്കില്ല. ജിഹാദികളുടെ ഭീഷണിയും നിർബന്ധത്തിനും വഴങ്ങിയാണ് ഇത്തരം കാര്യങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ചെയ്യുന്നത്. ജിഹാദികളുടെ മയക്കുമരുന്ന് റാക്കറ്റിൽ ഒരിക്കൽ പെട്ടുപോയാൽ ഊരിപ്പോരാൻ വലിയ പാടാണ്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ കഞ്ചാവിൻ്റെയും കൊട്ടേഷൻ ഈ ജിഹാദികളാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ കൊട്ടേഷനും ഇവന്മാരുടെ കയ്യിലാണ്. അവർ പറയുന്നത് പോലെ അവർക്ക് ലൈംഗികമായി കീഴ്പ്പെടണം. അതായത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇവർ ചതിയിൽപ്പെടുത്തി ഇവരുടെ ആളുകൾ നിരന്തരം ഈ ജിഹാദികൾ നിരന്തരം ഈ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ്. അതായത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്തു, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ വീടെടുത്തു, അതിൻ്റെ അകത്ത് 4, 5, 6 ജിഹാദികൾ ഒന്നിച്ച് ഓരോ പെൺകുട്ടികളുമായി ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യണം. ഇത്ര നികൃഷ്ടന്മാർ, ഈ ജിഹാദികളെ പോലെ ഇത്ര നികൃഷ്ടന്മാർ ഈ ലോകത്തിലുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ പറയുകയാണ്, അവർ പറയുന്ന പോലെ അവർക്ക് ലൈംഗികമായി കീഴ്പ്പെടുകയും അവർ നടത്തുന്ന അധാർമികമായിട്ടുള്ള ഈ ലഹരി കച്ചവടത്തിൽ ഭാഗവാക്കാകുകയും ചെയ്യണം. ചാവാതെ പിടിച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ഇത്തരം ജിഹാദി സംഘങ്ങളുടെ ലൈംഗിക ചൂഷണത്തിന് വഴങ്ങുകയും അവരുടെ ലഹരി ബിസിനസ്സിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി തന്നെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ക്രമാതീതമായി ഇവന്മാർ ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. 1 അല്ല 10 അല്ല 50 അല്ല. ഈ ജിഹാദികൾ ഇങ്ങനെ നിരന്തരം പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ. അതിനുശേഷം ഈ പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്തും ശാരീരികമായും മാനസികമായും തകർന്ന് തങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനൊത്തിരി വളരാൻ കഴിയാതെ പഠനം നിർത്തി ഇവരുടെ ലൈംഗിക അടിമകളായി ജീവിച്ച് അവസാനം ജീവൻ ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ വിഷം കുടിച്ചോ ഇവർ ആത്മഹത്യ ചെയ്യുകയാണ്. അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അവർക്ക് അവസാനമുള്ള മാർഗം ഈ ഒരു മുഴം കയറിൽ ചാകുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവർക്ക് ഇല്ല. പോസ്റ്റ്മോർട്ടം ചെയ്താൽ കുട്ടി ലഹരിക്ക് അടിമയായിരുന്നു എന്ന് മാത്രമേ പുറത്തു വരികയുള്ളൂ. ആരാണ് ലഹരിക്ക് അടിമയാക്കിയതെന്ന് ഒരിക്കലും പുറത്തു വരുന്നില്ല. അങ്ങനെ പുറത്തു വരണമെങ്കിൽ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ കുട്ടി ആരോടെങ്കിലും പറയണം. അല്ലെങ്കിൽ ഡയറിയിലോ ആത്മഹത്യക്കുറിപ്പിലോ തൻ്റെ ജീവിതം നശിപ്പിച്ചവരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കണം.
എന്നാൽ തന്നെ ലൈംഗിക അടിമയാക്കിയ കുറേ ജിഹാദികൾ അവർ സുഖിച്ചു, അനുഭവിച്ചു. ഇതിനുശേഷം ഇവരെ ഈ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഏൽപ്പിക്കുകയാണ്. അവസാനം ഇവർ ജീവനെടുക്കും. മറ്റു ചിലർ പോലീസിൽ അകപ്പെടും, പിടിയിലാകും. ഓർമ്മയിലെത്തുന്നത് അക്ഷയ ഷാജി എന്ന ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ജിഹാദികൾ നശിപ്പിച്ച് മയക്കുമരുന്നിന് അടിമയാക്കിയും ഇവനെൻ്റെ ജീവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ അരമുറയിട്ട് പൊട്ടിക്കരയുന്നതുമാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എത്രയെത്രയോ നൂറ് വാർത്തകൾ പുറത്തു വരുന്നു. സുഡാപ്പികളുടെ കെണിയിൽപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ പോലും അന്തസ്സായൊക്കെ ജീവിക്കാൻ കഴിയില്ല. ഈ ജിഹാദികളായിട്ടുള്ള ഈ നാണം കെട്ടവന്മാർ രാവിലെ 32 പല്ലിൻ്റെ ഇളിയും പിന്നെ 2 അത്തറും ഒക്കെ പൂശി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് രാവിലെ ഇറങ്ങും. എന്നിട്ട് ഇന്ന് ഏത് പെൺകുട്ടിയെ പിടിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇവന്മാർ കറങ്ങി നടക്കുകയാണ്. ഇവൻ്റെ വീട്ടിലും പെമ്മക്കളുണ്ട്, പെങ്ങന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. അതൊന്നും അവന് വിഷയമില്ല. അപ്പോൾ കേരളത്തെ കണ്ടോ, ലഹരി, സെക്സ് റാക്കറ്റുകൾ, ഈ പെൺകുട്ടികൾ ഇവരുടെ സൗഹൃദത്തിൽ ചെന്ന് പെടുകയാണ്. കാരണം ഇവന്മാർ ഈ കശുവണ്ടി അല്ലെങ്കിൽ ഈന്തപ്പഴമോ അല്ലെങ്കിൽ ഇവരുടെ ആ മന്തി, ചിക്കൻ മന്തി ഇതൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ച് ഇവന്മാർ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല, ഈ അടുത്ത നാളുകളിൽ മരണപ്പെട്ട ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി താൻ കഴിച്ച മന്തിയിൽ വിഷം കലർത്തി വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വരികയാണ്. ഇവരുടെ കൂട്ടത്തിൽ കൂടുന്ന ഓരോരുത്തരെയും ഇവർ ലഹരി കൊടുത്ത്, അതുപോലെ പോയിസൺ കൊടുത്ത്, വിഷം കൊടുത്ത് ഇവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അതുകൊണ്ട് ഈ രീതി ഇങ്ങനെ തുടർന്നു പോയാൽ കേരളത്തിലുള്ള ജയിലുകളിലെല്ലാം ഈ ജിഹാദികളെ കൊണ്ട് നിറയും എന്ന് മാത്രമല്ല, കേരളത്തിലുള്ള ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികൾ വളരെ മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തുന്നതാണ് ഇവരെയൊക്കെ. പക്ഷെ ഒരിക്കൽ ഈ ജിഹാദികളുടെ അടുത്ത് നിങ്ങൾ പെട്ടുപോയാൽ അവർ എന്ത് മായാജാലമാണ്, എന്ത് മന്ത്രവിദ്യയാണ് ഇവിടെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ വലയിൽ അകപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് ഇവന്മാർ നിരന്തരം ലൈംഗികമായ ചൂഷണം നടത്തുകയാണ്. കഴിയുന്നിടത്തോളം ഇത്തരം ആളുകളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുകയും ഇവർ ഈ വഴി കൂടെ വന്നാൽ മറ്റേ വഴി കൂടെ പോവുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജിഹാദികളോട് സൗഹൃദം വെച്ച് പുലർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ. ഇനി ആ മാതാപിതാക്കൾക്ക് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നവർ ചിന്തിക്കും. കാരണം പഠിക്കാൻ വിട്ട പെൺകുട്ടി ഒരു ജിഹാദികളുടെ കൂടെ കൂട്ടുകൂടി, എന്നിട്ട് അടിച്ച് പൂക്കുറ്റി പൂസായി ലഹരി ഉപയോഗിച്ച് MDMA വലിച്ച് ലോഡ്ജിൽ കിടക്കുകയാണ്. ജിഹാദികൾ വരുന്നു, പോകുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. 1 അല്ല 10 അല്ല 100 അല്ല. ഇതാണ് അവസ്ഥ. സാഹചര്യം വന്നാൽ അതുകൊണ്ട് സൂക്ഷിച്ചാൽ ഈ ലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള ഈ ജിഹാദികളുടെ ഈ പദ്ധതി പൊളിക്കണം. അതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് ഇത്തരക്കാരെ അകറ്റി നിർത്തുക, അല്ലാതെ നമുക്കൊരിക്കലും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.